അങ്ങനെ ഞങ്ങളുടെ ഒരു പ്ലാനുമില്ലാത്ത ഞങ്ങളുടെ യാത്രയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ ഗ്ലാസ് ഹൗസിലെത്തി. ഇന്ന് 31-ാം തീയതിയാണ്. അന്ന് ഷൂട്ട് ചെയ്തതായതുകൊണ്ട് 31-ാം തീയതി ന്യൂ ഇയർ ഇവൻ്റാണ്. വേറെ ലെവൽ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയൊക്കെ പാളിപ്പോണമെന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. നമ്മളുടെ റൂമിൻ്റെ വ്യൂ ഒക്കെ രാവിലെ ഞാൻ കാണിച്ചു. ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ലൈറ്റ്സ്. കുറച്ചും കൂടി ലൈറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ. കൊള്ളാട്ടോ. യെസ്, അതെ, നൈസ്. ഇത് കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട്. ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ഡബിൾ, ഇവിടെ ഒരു ഡബിൾ, ഇവിടെ ഒരു ഡബിൾ, ഇവിടെയും ഒരു ഡബിൾ, ഇവിടെ ടോയ്ലറ്റ്. ഒറ്റ പ്രശ്നം, ഒറ്റ ടോയ്ലറ്റ് ഉള്ളൂ തോന്നും. ഒറ്റ ടോയ്ലറ്റ്, അതൊന്നും വലിയ സംഭവമില്ല, പക്ഷേ നൈസ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. എല്ലാവരും ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയതിനു ശേഷം നേരെ ഒരു 31st ആണല്ലോ, ഒരു ക്യാമ്പ് ഫയർ വേണമല്ലോ, ഒന്ന് അടിച്ച് പൊളിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്യാമ്പ് ഫയർ പറഞ്ഞു. നല്ല മൂടൽ മഞ്ഞും നല്ല തണുപ്പ്, നല്ല സുഖം. അപ്പോൾ അവിടെ ഒരു ക്യാമ്പ് ഫയർ. അവിടെ പോയിരുന്നു. അങ്ങനെ നല്ല തണുത്ത വെളുപ്പാങ്കാലത്തല്ല, തണുത്ത രാത്രിയിൽ ഞങ്ങൾ ഓരോ സൂപ്പ് കുടിച്ചു. അവിടെ തന്നെ നമുക്ക് എല്ലാ കുക്കിംഗ് ഒക്കെ അവർ ചെയ്തു തരും. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവസാനം ഇടാം. ഹോട്ട് ആൻഡ് സോർ 3 അത് ക്രീമി അമ്മയ്ക്ക്. എന്ത് രസമാണെന്നറിയാമോ? നല്ല തണുപ്പ്, നല്ല ഒരു ക്യാമ്പ് ഫയർ, അതിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ സൂപ്പ് ഇങ്ങനെ ചൂടോടുകൂടി കുടിക്കാൻ. പക്ഷേ ഈ സുഖവും രസവും എല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമായിരുന്നു ഗൈസ്. സൂപ്പ് മുട്ട എടുക്ക്. ദൈവമേ, ഇടിവെട്ട് മഴ. എടുക്കാം, അതവിടെ ഇരുന്നോട്ടെ. ആ, നമുക്ക് ടേബിളിലേക്ക് വയ്ക്കാം. ആ, ഏത് പാത്രം? അത് ക്ലീൻ ആയിട്ടുണ്ട്. അയ്യോ, ഇതേ പോച്ചുകൂടി കിടക്കണം രണ്ടുപേര്. ഇതൊരു പുതിയ അനുഭവം അല്ലേ? മഴ. കേശു അതെടുക്കല്ലേ? ആ, അത് ക്ലിപ്പാണ്. ആഹാ, നല്ല മഴ. അങ്ങനെ ഞങ്ങളുടെ 31-ാം തീയതി ഇമാതിരി മഴ പെയ്ത്, കൊടൈക്കനാലിൽ നല്ല മഴ പെയ്ത് അതങ്ങ് ചെറുതായിട്ട് കുളമായി. പിന്നെ ഞങ്ങൾ അകത്തിരുന്ന് 31st ആഘോഷിച്ചു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മഴ. ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, ദൈവമേ ഇനി, കാരണം നമ്മളിതൊരു മലയുടെ മുകളിലാണ്. സോ ഇതെങ്ങാനും ഇടിഞ്ഞ് താഴേക്ക് പോവുമോ, അങ്ങനത്തെ പല ചിന്തകളും ടെൻഷനിലും ഞങ്ങൾ രാത്രി ഒരു 10-12 മണിയായപ്പോൾ കിടന്നുറങ്ങി. അതിനുശേഷം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 1-ാം തീയതി ഒരു നല്ല സുപ്രഭാതം, ഗംഭീരമായിട്ടുള്ള സുപ്രഭാതമായിരുന്നു. മഴ പെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നില്ല. എന്തൊരു ഡീസൻറ്റ്.
അങ്ങനെ ഞങ്ങളുടെ മൂന്നാർ യാത്ര തുടങ്ങുകയാണ് കൊടൈക്കനാലിൽ നിന്നും. അതിനിടയിൽ റീക്ക് പച്ചക്കറി മേടിക്കണം. പച്ചക്കറി ഇവിടെ ഫ്രഷ് ആണെന്നും പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്. അത്യാവശ്യം വിലയുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. നമ്മൾ പിന്നെ കാറും കൊണ്ട് നിർത്തിയതുകൊണ്ടും അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇനി കൊടൈക്കനാൽ ഗ്ലാസ് ഹൗസിൽ നിന്നും മൂന്നാറിലേക്കാണ് യാത്ര. വരുമ്പോൾ അവർക്ക് പോണ വഴി മൂന്നാർ ഇതൊന്നും ഒരു പ്ലാൻഡ് അല്ല, അതുകൊണ്ട് ഹോട്ടൽ എടുത്തിട്ടില്ല മൂന്നാറിൽ ഇപ്പോഴും. അങ്ങനെ മൂന്നാറിൽ ചെല്ലുന്നു. സമയം അനുസരിച്ച് പിള്ളേർക്ക് കുറച്ച് പനിയും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായാൽ നമ്മൾ നേരെ പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് മൂന്നാർ സ്റ്റേ ചെയ്യും, നാളെ താമസിക്കും, ചിലപ്പോൾ മറ്റന്നാൾ രാവിലെ ആയിരിക്കും പോകുന്നത്. ഒരു പ്ലാനും ഇല്ലാത്ത ഗംഭീര യാത്ര. അപ്പോൾ നമുക്ക് തുടങ്ങാം യാത്ര. സമാധാനമായോ പച്ചക്കറി മേടിച്ചപ്പോൾ? ഇതൊക്കെ കൂടി ഇനി നമ്മൾ നാളെയാണോ മറ്റന്നാളാണോ എത്ര? ഇല്ല താങ്ക് യു. അപ്പൊ നമുക്ക് പോയാലോ? റെഡി ഗൈസ്? ഓക്കെ. ചേർത്തല്ലേ ആദ്യം വെച്ച്. മൂന്നാറിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനൊരു പാടം കണ്ടിട്ടുണ്ടോ? രണ്ട് മലകളുടെ ഇടയിൽ ഒരു പാടം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാടം. നോക്കിയേ, റോഡ്, പാടം, കണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലെത്തി. മൂന്നാറിൽ കണ്ടില്ലേ പാടം, ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ അറിയാണ്ട് വേറെ റോഡിലൂടെ വരുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ പാടം കണ്ടുപോയതാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലൂടെയുള്ള മൂന്നാറിൻ്റെ ഭ്രാന്തപ്രദേശങ്ങളിലൂടെയുള്ള ഒരു യാത്ര. അങ്ങനെ ഞങ്ങൾ അവസാനം ചെന്നെത്തിയത് ലേ മോണ്ട് ഫോർട്ട് റിസോർട്ടിലാണ്. ഇതൊരു ഗംഭീര റിസോർട്ടാണ്, ഒരുപാട് സിനിമകളിലുള്ള. അങ്ങനെ റിസോർട്ടിന്റെ വിശേഷങ്ങളെല്ലാം അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡി ടെയിൽ ടോക്സ്.